ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇംഗ്ലീഷിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വേർബാണ് DO, ഡു. ഈ വേർബിന് ധാരാളം ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. അതായത് ഡു, ഡിഡ്, ഡൂയിങ്, ഡൺ, ഡസ്, എക്സെട്ര. ഇവയ്ക്ക് പിന്നിലുള്ള ഗ്രാമറിലേക്കൊന്നും പോകാതെ ഇതെല്ലാം എങ്ങനെയാണ് നോർമൽ കാഷ്വൽ സംഭാഷണത്തിൽ ഉപയോഗിക്കേണ്ടത് എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഈ ടോപ്പിക്കിനെ ഞാൻ 3 വീഡിയോകളായിട്ടാണ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 ആൻഡ് 3 ഇതിനു ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യാം, മറക്കാതെ കാണുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നീ അത് ചെയ്തോ? നീ അത് ചെയ്തോ? ഡിഡ് യു ഡു ദാറ്റ്? ഡിഡ് യു ഡു ദാറ്റ്? ഇവിടെ നമ്മൾ 2 ഫോം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ബേസ് ഫോം ആയ ഡു, DO, ഡു ദാറ്റ്. അതിന്റെ പാസ്റ്റ് ടെൻസ് DID. ഓക്കെ, ഡിഡ് യു ഡു ദാറ്റ്? അത് ചെയ്തത് നീ ആയിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്തത് നീയാണോ? വാസ് ഇറ്റ് യു ഹു ഡിഡ് ദാറ്റ്? വാസ് ഇറ്റ് യു? നീ ആയിരുന്നു ഹു ഡിഡ് ദാറ്റ്, അത് ചെയ്തത്. ഞാനല്ല അത് ചെയ്തത്. ഞാൻ അല്ല അത് ചെയ്തത്. ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്. ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്. ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ അത് ചെയ്തിട്ടില്ല. ഐ ഹാവന്റ് ഡൺ ഇറ്റ്. ഐ ഹാവന്റ്. ഹാവന്റ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നോട്ട്. ഐ ഹാവ് നോട്ട് അല്ലെങ്കിൽ ഐ ഹാവന്റ് ഡൺ ഇറ്റ്. ഇവിടെ നമ്മൾ ഡൂവിന്റെ 3rd ഫോം ആണ് ഉപയോഗിക്കുന്നത്, ഡൺ. ഐ ഹാവന്റ് ഡൺ ഇറ്റ്. നീ എപ്പോഴാ അത് ചെയ്തത്? നീ എപ്പോഴാണ് അത് ചെയ്തത്? വെൻ ഡിഡ് യു ഡു ദാറ്റ്? വെൻ ഡിഡ് യു ഡു ദാറ്റ്? എപ്പോഴാണ് നീ അത് ചെയ്തത്? ഇവിടെ നമ്മൾ ഡിഡ് ഉപയോഗിച്ചു, ഡു ഉപയോഗിച്ചു. നീ അത് ചെയ്തു എന്നെനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നീ അത് ചെയ്തു എന്നെനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഐ കാൺട്ട് ബിലീവ് യു ഡിഡ് ദാറ്റ്. ഐ കാൺട്ട് ബിലീവ് യു ഡിഡ് ദാറ്റ്. നീ അത് എങ്ങനെയാണ് ചെയ്തത്? നീ അത് എങ്ങനെയാണ് ചെയ്തത്? ഹൗ ഡിഡ് യു ഡു ദാറ്റ്? ഹൗ ഡിഡ് യു ഡു ദാറ്റ്? നീ എന്തിനാ അത് ചെയ്തത്? നീ എന്തിനാണ് അത് ചെയ്തത്? വൈ ഡിഡ് യു ഡു ദാറ്റ്? വൈ ഡിഡ് യു ഡു ദാറ്റ്? ഇവിടെ നമ്മൾ 2 സെന്റൻസിലും അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനിലും ഡിഡ് യു ഡു ദാറ്റ് എന്നാണ് ചേർത്തിരിക്കുന്നത്. ആദ്യം ഹൗ, പിന്നെ വൈ. നീ എന്താണ് ചെയ്യുന്നത്? നീ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? ഇവിടെ നമ്മൾ ഡൂവിന്റെ കൂടെ ING ഫോം ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ്. വാട്ട് ആർ യു ഡൂയിങ്? എന്താണ് നീ ചെയ്യുന്നത്? അത് ചെയ്യാൻ നിന്റെ അടുക്കൽ ആരാ പറഞ്ഞത്? അത് ചെയ്യാൻ നിന്റെ അടുക്കൽ ആരാ പറഞ്ഞത്? ഹൂ ടോൾഡ് യു ടു ഡു ഇറ്റ്? അല്ലെങ്കിൽ ഹൂ ടോൾഡ് യു ടു ഡു ദാറ്റ്? അവൾ എന്നോട് ചെയ്യാൻ പറഞ്ഞു. അവൾ എന്നോട് ചെയ്യാൻ പറഞ്ഞു. ഷീ ടോൾഡ് മീ ടു ഡു ഇറ്റ്. ഷീ ടോൾഡ് മീ ടു ഡു ദാറ്റ്. അവൾ പറയുന്നത് ചെയ്യണ്ട. അവൾ പറയുന്നത് ചെയ്യണ്ട. ഡോണ്ട് ഡു വാട്ട് ഷീ സേസ്. ഡോണ്ട് ഡു വാട്ട് ഷീ സേസ്. അവൾക്കിതിൽ എന്താണ് കാര്യം? അവൾക്കിതിൽ എന്താണ് കാര്യം? അല്ലെങ്കിൽ അവൾക്കിതിൽ എന്ത് കാര്യം? വാട്ട് ഡസ് ഷീ ഹാവ് ടു ഡു വിത്ത് ഇറ്റ്? വാട്ട് ഡസ് ഷീ ഹാവ് ടു ഡു വിത്ത് ഇറ്റ്? ഇവിടെ നമ്മൾ ഡു എന്നതിന്റെ ഒരു പുതിയ ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, DOES. ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നത് ഓർത്തിരിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട്, അതായത് ഗ്രാമറിന്റെ റൂൾസും കോംപ്ലിക്കേഷൻസിലും ഒന്നും പോകാതെ സിമ്പിൾ ആയിട്ട് ഓർക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹി, ഷീ, ഇറ്റ്, ഈ 3 വാക്കുകൾ ഉപയോഗിക്കുന്ന സെന്റൻസിലാണ് നമ്മൾ ഡസ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ പിന്നിലുള്ള ഗ്രാമർ നോക്കുകയാണെങ്കിൽ, ദിസ് ഇസ് കോൾഡ് ദി 3rd പേഴ്സൺ സിംഗുലർ പ്രസന്റ് ടെൻസ് ഫോം ഓഫ് ഡു. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഹി, ഷീ, ഇറ്റിന്റെ കൂടെ ഡസ് ഉപയോഗിക്കണം. അതാണ് ഓർത്തിരിക്കേണ്ടത്. ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ അവതരിപ്പിച്ചു നോക്കാം. അവൾക്ക് ഇതുമായി യാതൊരു ബന്ധമില്ല, അല്ലെങ്കിൽ അവൾക്ക് ഇതുമായി യാതൊരു കാര്യമില്ല, യാതൊരു ഇടപാടുമില്ല. ഷീ ഡസന്റ് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ഷീ ഡസന്റ് എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട്. ഷീ ഡസ് നോട്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ഇതിനെ തന്നെ ഷീ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ഷീ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഷീ ഡസന്റ് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. അവിടെ ഹാവ് എനിത്തിങ് ടു ഡു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ലൈനിൽ ഷീ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഹാസ് ഉപയോഗിച്ചു, ആദ്യത്തെ സെന്റൻസിൽ ഹാവ് ഉപയോഗിച്ചു. നീ അവളോട് ഒന്നും പറയണ്ട, സംസാരം ഞാൻ ആയിക്കോളാം. നീ അവളോടൊന്നും പറയണ്ട, സംസാരം ഞാൻ ആയിക്കോളാം.
അതായത് സംസാരിക്കുന്നത് ഞാൻ ആയിക്കോളാം. യു ഡോണ്ട് സേ എനിത്തിങ് ടു ഹർ, ഐ വിൽ ഡു ദ ടോക്കിംഗ്. യു ഡോണ്ട് സേ എനിത്തിങ് ടു ഹർ, നീ അവളോട് ഒന്നും പറയണ്ട. ഐ വിൽ ഡു ദ ടോക്കിംഗ്, സംസാരം ഞാൻ ആയിക്കോളാം, അല്ലെങ്കിൽ സംസാരിക്കുന്നത് ഞാൻ ആയിക്കോളാം. ഐ വിൽ ഡു ദ ടോക്കിംഗ്. അപ്പോ പാർട്ട് 1 ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.